ഉണ്ട് പല രംഗങ്ങളിൽ. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, സഞ്ചാരി എന്നുള്ള നിലയിൽ, പിന്നെ നിരൂപണ ലേഖനങ്ങൾ എഴുതുന്ന രീതിയിൽ, നാടകം, ഇങ്ങനെ പല രംഗങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന എഴുത്തിനപ്പുറം അദ്ദേഹത്തിന് സിനിമയിലും താല്പര്യമുണ്ടായിരുന്നു. മലയാളത്തിലെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ മിക്ക സിനിമകളുടെയും പിന്നിൽ MTയുടെ സംഭാവന ഉണ്ടായിരുന്നു. കഥ, സംഭാഷണം, തിരക്കഥ ഇതെല്ലാം അദ്ദേഹം എഴുതി. ഒരുപക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാതെ വിടുമായിരുന്ന പല സിനിമകൾക്കും ഒരു കേരളീയ രൂപവും ഒരു ആത്മാവും ജീവനും ഒക്കെ നൽകിയിട്ടുള്ളത് പലപ്പോഴും MTയുടെ കരവിരുത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ സാഹിത്യ രൂപങ്ങളെ മാത്രമല്ല, നമ്മുടെ കലകളെ മാത്രമല്ല, അതിനപ്പുറം പോയി ഏറ്റവും ആധുനിക കലാരൂപമായ സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ വളരെ മൗലികമായിട്ടുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിർമാല്യം എന്ന് പറയുന്ന സിനിമ. പിന്നീട് എനിക്ക് ഓർമ്മയുള്ളത് കടവ് എന്ന് പറയുന്ന പടമാണ്. അദ്ദേഹം സ്വന്തമായിട്ട് നിർമ്മിച്ച സംവിധാനം ചെയ്ത സിനിമകളാണ്. അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ എഴുത്തിൻ്റെ രംഗത്ത് ഇത്ര കാലം അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാം എന്നും ഓർക്കുന്ന സിനിമകൾ നിർമ്മിച്ച ഒരു സംവിധായകനായിട്ട്, ഒരു എഴുത്തുകാരനായിട്ട് MT പ്രത്യേകം അറിയപ്പെടുമായിരുന്നു. പക്ഷേ MTയുടെ പ്രതിഭ ഒരു രംഗത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹത്തിൻ്റെ മേധാശക്തി എത്തിച്ചേരാത്ത മിക്കവാറും ഇടങ്ങളില്ല എന്ന് തന്നെ പറയാം. എല്ലാ രംഗങ്ങളിലും തൊട്ടതെല്ലാം പൊന്നാക്കി എന്നൊക്കെ നമ്മൾ വളരെ പഴകിയ വാചകങ്ങളിൽ പറയും. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ സാധിച്ച ഒരു വലിയ പ്രതിഭ തന്നെയാണ് നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ തീർച്ചയായിട്ടും മലയാള സാഹിത്യം, മലയാള സംസ്കാരം, മലയാളിയൊക്കെ അവരുടെയൊക്കെ മനസ്സുകളിൽ തീർച്ചയായിട്ടും ഉണർന്നിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.